സുരേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. ഹേമന്ത് സോറന് വീണ്ടും സുപ്രീം കോടതിയിൽ നിന്ന് തിരിച്ചടി. ഹേമന്ത് സോറന്റെ ഹർജി സുപ്രീം കോടതി തള്ളുകയാണ്. ഹൈക്കോടതിയെ സമീപിക്കാനാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. ED അറസ്റ്റിനെതിരെയായിരുന്നു ഹേമന്ത് സോറന്റെ നീക്കം. വിവരങ്ങളും വിശദാംശങ്ങളുമായി കാളിദാസൻ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. കാളിദാസ്, എന്തൊക്കെയാണ് ഇപ്പോൾ കോടതിയിൽ നിന്നും അറിയാനാകുന്ന വിവരങ്ങൾ? അജിംഷാദ്, ഇന്നായിരുന്നു സോറന് അറസ്റ്റിനെതിരായ സോറന്റെ വിധി സുപ്രീം കോടതി പരിഗണിക്കുമെന്ന് പറഞ്ഞത്. അവസാനം കിട്ടുന്ന വിവരമെന്ന് പറയുന്നത് സുപ്രീം കോടതി ആ ഹർജി തള്ളിയിരിക്കുകയാണ്. കാരണം ഇപ്പോൾ നിലവിൽ ഇത്തരത്തിലുള്ള വിധി എന്തായാലും എടുക്കാൻ താല്പര്യമില്ല എന്നാണ് സുപ്രീം കോടതി അറിയിച്ചിരിക്കുന്നത്. സാധാരണക്കാരന് ഇത്തരത്തിലുള്ള പരിഗണന ലഭിക്കില്ല. ഹേമന്ത് സോറനും ഒരു സാധാരണക്കാരൻ തന്നെയാണ്. അതുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കാനാണ് ഇപ്പോൾ സുപ്രീം കോടതി ഈ ഹർജിയുടെ കാര്യത്തിൽ അറിയിച്ചിട്ടുള്ളത്. അസിസ്റ്റന്റ് സോളിസിറ്റർ ജനറൽ SP രാജുവാണ് കേന്ദ്രത്തിന് വേണ്ടി അവിടെ ഹാജരായിട്ടുള്ളത്. സോറിന് വേണ്ടി ഹാജരായത് കപിൽ സിബലാണ്. എന്തായാലും ഈ ഒരു അറസ്റ്റിനെതിരായി ധാരാളം അഭ്യൂഹങ്ങൾ അല്ലെങ്കിൽ ധാരാളം വിമർശനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. ഇന്ത്യ സഖ്യത്തിലെ നേതാക്കൾ തന്നെ ഇതിന് കൃത്യമായി രൂക്ഷ വിമർശനങ്ങളുമായി രംഗത്ത് വന്നിരുന്നു. ഇന്നാണ് പുതിയ സർക്കാർ ജാർഖണ്ഡിൽ സത്യപ്രതിജ്ഞ ഏൽക്കുന്നത്. ചമ്പായി സോറൻ്റെ JMMലെ മുതിർന്ന നേതാവ് ചമ്പായി സോറൻ്റെ നേതൃത്വത്തിൽ പുതിയ സർക്കാർ ഇന്നാണ് ജാർഖണ്ഡിൽ പ്രതിജ്ഞ ഏൽക്കാൻ വേണ്ടി ഗവർണർ അനുമതി കൊടുത്തിട്ടുള്ളത്. 10 ദിവസത്തിനുള്ളിൽ തന്നെ ഭൂരിപക്ഷം തെളിയിക്കാനും ഗവർണർ അനുമതി കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമായിരുന്നു ഈ ഒരു സംഭവ വികാസങ്ങളെല്ലാം ജാർഖണ്ഡിൽ നിന്ന് നടന്നത്. കഴിഞ്ഞ ദിവസം രാജി സമർപ്പിച്ച ശേഷം ഹേമന്ത് സോറൻ EDയുടെ മുന്നിൽ ചോദ്യം ചെയ്യലിനായി ഹാജരാകുകയും പിന്നീട് അറസ്റ്റിലാകുകയും ചെയ്തു. ശേഷമാണ് രാഷ്ട്രീയ കക്ഷി യോഗ തീരുമാനത്തിൽ ഇനി അടുത്ത മുഖ്യമന്ത്രി എന്നതിൽ തീരുമാനമായത്. മുതിർന്ന നേതാവ് ചമ്പായി സോറിനെ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ടുള്ള പുതിയൊരു രേഖ ഗവർണർക്ക് സമർപ്പിക്കുകയും ചെയ്തു. എന്നാൽ അതിന് കുറേ കാലതാമസം പിടിച്ചു. അതിൽ തന്നെ ധാരാളം വിമർശനങ്ങൾ അവിടെയും ഉയർന്നു വന്നിരുന്നു പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും. അതുപോലെ തന്നെ മറ്റൊരു ഓപ്പറേഷൻ താമരയ്ക്കുള്ളൊരു ശ്രമം തന്നെ അവിടെ നടന്നിരുന്നു എന്നും സൂചനകൾ ലഭിച്ചിരുന്നു. പക്ഷേ ആ ഒരു അട്ടിമറി ശ്രമം അവിടെ പരാജയപ്പെട്ടിരിക്കുകയാണ്. ഭൂ അഴിമതി കേസുമായി ബന്ധപ്പെട്ടായിരുന്നു ഹേമന്ത് സോറൻ EDക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിനായി ഹാജരായത്. 9 തവണ ED നോട്ടീസ് അയച്ചിട്ടും അതിന് കൃത്യമായൊരു മറുപടി ലഭിച്ചിട്ടില്ലായിരുന്നു. പിന്നീട് 10ാമത്തെ തവണ സമൻസിന് ശേഷമാണ് അദ്ദേഹം മറുപടി തന്ന് ചോദ്യം ചെയ്യലിന് ഹാജരായത്. ഇനിയും നമുക്ക് കാത്തിരിക്കാനുള്ളത് ഇനിയും എപ്പോൾ ഈ പുതിയ ജാർഖണ്ഡ് സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ ഉണ്ടാവും എന്നതാണ്. അജിംഷാദ്. ശരി കാളിദാസ്. മറ്റു വാർത്തകളിലേക്ക്. തൃശൂർ കടപ്പുറം പഞ്ചായത്തിലെ BJP മെമ്പറുടെ വീടിന് മുന്നിൽ അജ്ഞാതർ പ്രധാനമന്ത്രിക്കെതിരെ ബാനർ കെട്ടി. സംഭവത്തിൽ പ്രതിഷേധവുമായി BJP രംഗത്തെത്തി.